Good afternoon, children. So, ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത് ചാപ്റ്റർ 8 ജോഗ്രഫിയിലത്തെ ലാസ്റ്റ് ചാപ്റ്ററാണ് ഇന്ത്യ, ക്ലൈമറ്റ്, വെജിറ്റേഷൻ, വൈൽഡ് ലൈഫ്. നമ്മൾ നേരത്തെ അവർ കൺട്രി ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് പഠിച്ചു അല്ലേ? അത് കഴിഞ്ഞിട്ട് ഇനി നമ്മുടെ ഇന്ത്യയിലെ എങ്ങനത്തെ ക്ലൈമറ്റാണ്, അവിടുത്തെ വെജിറ്റേഷൻ എങ്ങനെയാണ്, വൈൽഡ് ലൈഫ് എങ്ങനെയാണെന്നുള്ളതൊക്കെയാണ് പഠിക്കാൻ പോണത്. നമ്മുടെ ഇന്ത്യയിലെ മെയിൻലി 3 സീസൺസ് ആണ്: വിൻ്റർ, സമ്മർ, റെയിനി, ഓട്ടം. അതിൽ വിൻ്റർ എപ്പോഴും ഡിസംബർ ടു ഫെബ്രുവരി, സമ്മർ മാർച്ച് ടു മെയ്, റെയിനി ജൂൺ ടു സെപ്റ്റംബർ, ഓട്ടം ഒക്ടോബർ ആൻഡ് നവംബറാണ്. ഈ വിൻ്റർ സീസണിൽ എങ്ങനെയാണ്, സൺറൈസ് നമ്മളുടെ ഭാഗത്തേക്ക് ഡയറക്റ്റായിട്ട് വീഴില്ല. അപ്പോൾ അവിടെയുള്ള ടെമ്പറേച്ചർ എപ്പോഴും കുറവായിരിക്കും നോർത്തേൺ സൈഡിൽ. എന്നാൽ സമ്മർ സീസണിൽ എങ്ങനെയാണ്, സൺറൈസ് നല്ലോണം കൂടുതലോ കുറവായിട്ട് ഡയറക്റ്റായിട്ട് എല്ലാ റീജിയൻസിലും വീഴും. അപ്പോൾ എന്താവും, അവിടെ ടെമ്പറേച്ചർ കൂടുതലാവും, നല്ല ചൂടാവും, അവിടെ നല്ല ചുടുകാറ്റൊക്കെ അടിക്കും രാവിലെ നേരത്ത്. അതിനെ പറയുന്നതാണ് ലൂ എന്നാണ് പറയുക. അടുത്ത റെയിനി സീസൺ എന്താ, അത് നിങ്ങൾക്കറിയാം, മൺസൂൺ സീസൺ അല്ലേ? അപ്പോൾ കടലിൽ നിന്ന്, അറബിക്കടലിൽ നിന്ന് കാറ്റ് വീശി അത് ബേ ഓഫ് ബംഗാളിലൂടെ വന്ന് അത് നമ്മുടെ കരയിലേക്ക് വീശുന്ന കാറ്റാണ്. അപ്പോൾ അത് അതിൻ്റെ കൂടെ മോയ്സ്ചറും സാൻഡും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സെഡിമെൻസും ഒക്കെ കൊണ്ടുവരും. എന്നിട്ട് ഇത് മൗണ്ടൻ ബാരിയേഴ്സിനെ ഹിറ്റ് ചെയ്യുമ്പോഴാണ് റെയിൻഫോൾ ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി ഓട്ടം സീസൺ എന്താ, അതിന് റിട്രീറ്റ് വേറൊരു പേരും കൂടി ഉണ്ട്, റിട്രീറ്റിംഗ് സീസൺ. അപ്പോൾ നമ്മുടെ ഈ കാറ്റൊക്കെ പിന്നിലേക്ക് പോയി കഴിഞ്ഞ് വന്ന പോലെ പോയി കഴിഞ്ഞ് ലാൻഡിൽ നിന്നൊക്കെ പോയി അത് ബേ ഓഫ് ബംഗാളിലേക്ക് തിരിച്ചു പോവാണ്. ആ സമയത്ത് ആന്ധ്രാപ്രദേശിലും തമിഴ്നാടും ഒക്കെ നല്ല മഴയായിരിക്കും. അത് നമ്മൾ കേട്ടിട്ടുണ്ടാവില്ലേ, ഭയങ്കര മഴ, അവിടെ ഇത് ഡിപ്രഷൻ ഫോം ചെയ്തു, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ റീസെൻ്റ്ലി കുറേ കേട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റ് എങ്ങനെയാണെന്നുള്ളതാണ്. നമ്മുടെ അവിടുത്തെ ഒരു ആവറേജ് വെതർ കണ്ടീഷനാണ് നമ്മുടെ ഇവിടെയൊക്കെ ഉള്ളത്. നമ്മുടെ ഇവിടെ അതിനെ മൺസൂൺ എന്നാണ് പറയുക. മൺസൂൺ എന്ന് പറഞ്ഞാൽ മോസിം എന്നുള്ളതിൻ്റെ അറബിക് വേർഡ് മോസിം എന്നാണ്. അതിൻ്റെ അർത്ഥം സീസൺസ് എന്നാണ്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ്, നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ അവിടെ ഉണ്ടാവുന്ന നാച്ചുറൽ ആയിട്ടുള്ള വെജിറ്റേഷൻ. എന്താണ് നാച്ചുറൽ വെജിറ്റേഷൻ? അതായത് പുല്ലുകളും ചെറിയ ചെടികൾ, മരങ്ങൾ, നമ്മളുടെ ഒന്നും ഇൻ്റർഫിയറൻസ്, മനുഷ്യരതിനെ കിളച്ച് വയ്ക്കുക, വെള്ളം ഒഴിക്കുക, വളം ഇടുക, ഇതൊന്നും ചെയ്യാതെ നേച്ചറിൻ്റെ ഹെൽപ്പോടുകൂടി വളരുന്നതിനെയാണ് നാച്ചുറൽ വെജിറ്റേഷൻ എന്ന് പറയുന്നത്. അത് പ്രത്യേകിച്ചും നമ്മുടെ കാലാവസ്ഥയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താ, അതിന് നല്ലോണം മഴ കിട്ടണം. ഓക്കെ, പക്ഷെ ഇപ്പോൾ മഴയൊക്കെ നമുക്ക് കുറവാണ്. കാരണം എന്താ, കാട് വെട്ടിത്തെളിക്കുന്നതുകൊണ്ട് മഴയെല്ലാം കമ്മിയാണ്. ഓക്കെ, പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ കാട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെങ്കിൽ നെസസറി ആണെന്ന് നമ്മൾ പറയണത്? പ്ലാന്റ്സ് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് ശ്വസിച്ചിട്ട് പുറത്തേക്ക് വിടുന്നത് മുഴുവൻ അബ്സോർബ് ചെയ്യണത് ചെടികളാണ് അല്ലേ? മരങ്ങളും ചെടികളും അതെല്ലാം അത് അബ്സോർബ് ചെയ്തിട്ട് നമുക്ക് വേണ്ട ഓക്സിജൻ അറ്റ്മോസ്ഫിയറിലേക്ക് വിടുന്നു. അതേപോലെ ഈ മരത്തിൻ്റെ വേരുകളുണ്ടല്ലോ, അത് എങ്ങനെ, ഒരു മരം എത്ര വലിയ മരം ആയിക്കോട്ടെ, ചെറിയ ചെടികളായിക്കോട്ടെ, അത് ആ മണ്ണിൽ നിൽക്കേണ്ടത് നമ്മൾ ഒന്നിലും കെട്ടി വെച്ചിട്ടല്ല, അതിൻ്റെ റൂട്ട്സിൻ്റെ ബലത്തിലാണ് അല്ലേ, വേരുകളുടെ ബലത്തിൽ. അപ്പോൾ അത് അത്രയും ആ മണ്ണിൽ പൂണ്ട് ഇങ്ങനെ അമർത്തി പിടിച്ച് നിൽക്കുന്നതുകൊണ്ട് ഒരു പരിധി വരെ സോയിൽ ഇറോഷൻ, അതായത് മണ്ണൊലിപ്പ് തടയുന്നതും ഈ മരങ്ങളും ചെടികളൊക്കെയാണ്. പിന്നെ ഇത് കൂടാതെ നമ്മൾക്ക് കാട്ടുന്ന എന്തൊക്കെയാണ് കിട്ടുന്നത്, ഫർണിച്ചറിനുള്ള മരങ്ങൾ കിട്ടും അല്ലേ? നല്ല ഭംഗിയുള്ള ഫർണിച്ചറൊക്കെ നമ്മൾ വീട്ടിൽ വാങ്ങിയിട്ടുണ്ട്. അത് എവിടെ നിന്നാണ് വരുന്നതെന്നറിയാം, അതിന് അത്രയും വേണ്ട തടികൾ വേണ്ടേ? അതൊക്കെ ഫോറസ്റ്റിൽ നിന്നാണ് കിട്ടുന്നത്, കാടുകളിൽ നിന്ന്. പിന്നെ കത്തിക്കാനുള്ള വിറക്, പിന്നെ മെഡിസിനൽ പ്ലാന്റ്സ്, അത് ഹെർബ്സ്, തേന്, പിന്നെ ചില ഭക്ഷ്യവസ്തുക്കൾ, പിന്നെ അതെല്ലാം കുറേ സാധനങ്ങൾ നമുക്ക് കാടുകൾ തരുന്നുണ്ട്. അതുകൊണ്ടാണ് കാടിനെ ഡിസ്ട്രോയ് ചെയ്യരുത് എന്ന് പറയുന്നത്. പിന്നെ ഈ കാടുകളാണ് മെയിനായിട്ട് വൈൽഡ് ലൈഫിന് നിലനിൽപ്പിന് വളരെ അത്യാവശ്യമാണ് ഈ കാടുകൾ. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഈ കാടിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വൻ മഹോത്സവം എന്ന് പറഞ്ഞിട്ട് ഒരാഴ്ചയൊക്കെ സെലിബ്രേറ്റ് ചെയ്യും.
അത് സെലിബ്രേറ്റ് ചെയ്യണത് ജൂലൈ 1 മുതൽ ജൂലൈ 7 ഒരു വീക്ക്, വൻ മഹോത്സവ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരുടെയും അവയർനെസ് പറഞ്ഞു കൊടുക്കുകയാണ് കാടിനെ പറ്റിയിട്ടുള്ള ഇമ്പോർട്ടൻസ്, എന്തിനാണ് നമ്മൾ കാടിനെ സേവ് ചെയ്യണത് എന്നുള്ളതൊക്കെ പറയുകയാണ്. ഓക്കെ, അപ്പം നമ്മുടെ ബയോളജിക്കൽ ആൻഡ് ഇക്കോളജിക്കൽ ബാലൻസിന് വളരെ എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഫോറസ്റ്റ്. ഓക്കെ, പിന്നെ അടുത്തത് വൈൽഡ് ലൈഫ്. അത് നമുക്ക് അറിയാം, തൗസൻഡ്സ് ഓഫ് സ്പീഷീസ് അനിമൽസും ബേർഡ്സ്, ഇൻസെക്ട്സ്, വേംസ് ഒക്കെ നമ്മുടെ ഇന്ത്യയിലുണ്ട്. കുറേ എണ്ണം കാടുകളിലാണ് മെജോറിറ്റി. അപ്പോൾ ഈ കാടൊക്കെ ഡിസ്ട്രോയ് ചെയ്ത് എന്താ സംഭവിക്കുക അല്ലേ? ഇപ്പം തന്നെ റീസെൻ്റ്ലി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, എലിഫൻസ് കൂട്ടത്തോടെ അവിടെ ഇറങ്ങി മറ്റേ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു, ഒരു വീട് അതിൻ്റെ ചുമരൊക്കെ ഇടിച്ചു പൊളിച്ചു. എന്തുകൊണ്ടാണ് അവരൊക്കെ ഇങ്ങനെ വരുന്നത്? അതേപോലെ ടൈഗർ ഒരു ആൾ താമസം ഇല്ലാത്ത വീടുകളിൽ പോയിട്ട് അതിൻ്റെ കുട്ടികളെ പ്രസവിച്ച് അവിടെ ഇരിക്കുകയായിരുന്നു. എന്തുകൊണ്ടാണ് അവരൊക്കെ ഇങ്ങനെ ജനവാസ മേഖലയിലേക്ക് അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന ഏരിയയിലേക്ക് വരുന്നത് എന്ന് വെച്ചാൽ, അതിന് ജീവിക്കാനുള്ള കാടാണ് നമ്മൾ വെട്ടിത്തെളിക്കുന്നത്. അപ്പോൾ പിന്നെ അതെന്ത് ചെയ്യും? അതിന് ജീവിക്കാൻ സ്ഥലം വേണ്ടേ? അപ്പോൾ പിന്നെ അതിന് വേണ്ടി അപ്പോൾ അവർ നമ്മുടെ സ്ഥലത്തേക്ക് വരും സ്വാഭാവികമായിട്ടും. മനസ്സിലായോ? അപ്പോൾ അതിൽ മെയിനായിട്ട് ഏഷ്യാറ്റിക് ലയൺസ് കൂടുതലുള്ള ഫോറസ്റ്റാണ് ഗുജറാത്തിലുള്ള ഗിർ ഫോറസ്റ്റ്. അതേപോലെ എലിഫൻസും പിന്നെ ഒറ്റക്കൊമ്പുള്ള റൈനോസറസ് എന്ന് പറഞ്ഞിട്ട് അത് കൂടുതൽ ആസാം ഫോറസ്റ്റിലാണ് കണ്ടുവരുന്നത്. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള ബേർഡ്സും നമ്മുടെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ ബേർഡ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ബേർഡ് സാങ്ച്വറീസൊക്കെ വെച്ചിട്ടുണ്ട്. അവർക്ക് പ്രൊട്ടക്ഷനും പിന്നെ അവർക്ക് നാച്ചുറലായിട്ട് അവരുടെ ആ ഒരു ഫ്രീഡത്തിൽ വളരാനും ഒക്കെ ആയിട്ട് വലിയ വലിയ കൂടുകൾ, അപ്പോൾ അവർക്ക് പറക്കാനുള്ള സൗകര്യമൊക്കെ ആയിട്ട്. ഓക്കെ, പിന്നെ അതേപോലെ ഡിഫറെൻറ്റ് സ്പീഷ്യസ് ഓഫ് സ്നേക്സ് ഉണ്ട്. അതിൽ കിങ് കോബ്രയും ക്രേറ്റ്സും ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ടും ഈ ട്രീസിനെ മുറിക്കുന്നത്, മരം മുറിക്കുന്നത് പല അനിമൽസിന് ഭീഷണിയാണ്, അനിമൽസിനും ബേർഡ്സിനും ഒക്കെ. കാരണം കുറേ എണ്ണം നമ്മുടെ ഭൂമിയിൽ ഇല്ലാതെയാവാനും ഇതൊരു കാരണമാവും എന്നാണ് പറയണത്. അപ്പോൾ അതിന് കുറച്ച് ഗവൺമെൻറ് ആക്ഷൻസും അല്ലെങ്കിൽ അവരതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടാണ് പ്രൊജക്റ്റ് ടൈഗർ, പ്രൊജക്റ്റ് എലിഫൻ്റ് എന്ന് പറഞ്ഞിട്ട് ഓരോ ഇത് തുടങ്ങിയിട്ടുണ്ട് ടു പ്രൊട്ടക്റ്റ് ദം. ഓക്കെ, പിന്നെ നമ്മളാൽ എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാം ഈ അനിമൽസിനെയും ബേർഡ്സിനെയും പ്രൊട്ടക്റ്റ് ചെയ്യാന്ന് വെച്ചാൽ, അവരുടെ ബോൺസ്, അവരുടെ എല്ലുകൾ, കൊമ്പുകൾ, അവരുടെ രോമങ്ങൾ, പിന്നെ അവരുടെ തോല്, പിന്നെ തൂവലുകൾ, ഇതൊക്കെ വെച്ചുണ്ടാക്കുന്ന സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കാതിരിക്കുക. അത് വാങ്ങിക്കാതിരുന്ന് അത് മാർക്കറ്റിൽ അത് നഷ്ടമാകുമ്പോൾ പിന്നെ അവരെന്ത് ചെയ്യും? അവർ ഈ അനിമൽസിനെയും ബേർഡ്സിനെയൊക്കെ കൊല്ലുന്നത് നിർത്തും എന്നാണ് പറയണത്. സോ ഇനി നമുക്ക് നോട്ട്സിലേക്കൊന്ന് പോവാം. ഓക്കെ, സോ okay, so chapter 8, Indian climate, vegetation, climate, India, climate, vegetation and wildlife. The major seasons of India: winter, December to February; summer, March to May; rainy, June to September; autumn, October and November. So first one we are discussing about winter season. It is also known as cold weather season. The sun rays do not fall directly. The temperature are quite low in northern India. Next comes the summer season. It is also known as hot weather season. The sun rays are more or less directly fall in the region. Temperature becomes very high. Hot and dry winds blow during the day. It is called Lu. Next comes the rainy season. It is also known as southwest monsoon seasons. The wind blows from Arabian Sea and Bay of Bengal towards the land. They carry moisture with them. When these winds strike the mountain barriers, rainfall occurs. Next is the autumn season. It is also known as retreating season. Winds move back to the mainland to the Bay of Bengal.
Andhra Pradesh and Tamil Nadu receive heavy rainfall during this season. Now let's discuss about the climate. It is the average weather condition which have been measured over many years. In India, it is described as monsoon. It is taken from the Arabic word Monsoon season. Most of the rain is brought by monsoon winds. The climate of a place is affected by its location, altitude, distance from the sea, and relief. Next comes the natural vegetation. The grasses, shrubs, and trees which grow on their own without interference or help from human beings are called natural vegetation. It depends on different climatic conditions, among which the amount of rainfall is very important. It has been destroyed a large extent because of cutting of trees. Now we can discuss why forests are necessary. Plants release oxygen that we breathe and absorb carbon dioxide. The roots of the plants bind the soil to prevent soil erosion. Forests provide us with timber for furniture, fuel wood, medicinal plants and herbs, honey, fodder, lac, gum, etc. Then the forests are the natural habitat of wildlife. The Van Mahotsav week is celebrated from July 1st to July 7th. It is to spread awareness of forest conservation to save the environment. Now, forests play a very important role in maintaining an ecological balance. Next comes our wildlife. There are thousands of species of animals and a large variety of reptiles, amphibians, mammals, birds, insects and worms are in the forest. Gir forest in Gujarat is the home of Asiatic animals. Elephants and one-horned rhinoceros are found in Kerala, Karnataka and Assam forest. Camels and wild asses are found in Great Indian Desert and the Rann of Kutch. Wild goats, snow leopards, bears are found in the Himalayan region. Many other animals are found in our country such as monkey, wolf, jackal, cheetah, etc. Common birds like parrot, pigeons, myna, geese, bulbul and ducks are also found in our country. There are several bird sanctuaries to give natural habitat protection from hunters. Now several species of snakes are there in India. King cobras and kraits are important among them. Due to the cutting of trees, several species of wildlife of India are declining rapidly and many have already become extinct. To protect them, national parks, sanctuaries and biosphere reserves have been set up by the government. They also started Project Tiger and Project Elephant to protect these animals. You refuse to buy things made from parts of the bodies of animals such as bones, horns, fur, skin and feathers in conserving wildlife. So hope you have understood. That's all for today. Read the lesson. Thank you, children.